അപ്പൊ നോക്കൂ സഹോദരന്മാരെ, ഇവരെന്താ വിശ്വസിക്കുന്നത്? അവർക്ക് അടുക്കേ അകലെ എന്ന പ്രശ്നമല്ല. അവരെല്ലാം കാണും, അവരെല്ലാം കേൾക്കും, അവരെല്ലാം അറിയും. അവർ വിചാരിക്കുന്ന സെക്കൻഡിൽ അവർ മക്കത്തെത്തും, മദീനത്തെത്തും. മഹാനായ നമ്മുടെ നേതാവിനതിന് കഴിഞ്ഞിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവ് മദീനയിലേക്ക് ഹിജറ പോകാൻ എത്ര ദിവസമെടുത്തു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന കൂട്ടുകാരൻ വലിയവരുടെ ഔലിയാക്കളുടെ നേതാവല്ലേ? ഏറ്റവും വലിയ വലിയായ അബൂബക്കർ സിദ്ദീഖാണ് കൂടെയുള്ളത്. അമ്പിയാക്കളിൽ എന്ന് മാത്രമല്ല, സർവ്വ സൃഷ്ടികളിലും ശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടാളും കൂടെ മദീനയിലേക്ക് വിചാരിക്കുന്ന നേരത്ത് പെട്ടെന്നങ്ങ് നിമിഷ നേരം കൊണ്ടങ്ങ് മദീനയിലെത്തിയോ? എത്തിയില്ലല്ലോ. അവർ യാത്ര പോയ ദുർഘടത നമുക്കറിയില്ലേ? ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ? ഇവരെവിടെ നിന്നാണ് ഇസ്ലാം പഠിച്ചത് സഹോദരന്മാരെ? പിന്നെ ഇവരുടെ കാര്യം നിങ്ങൾ നോക്കൂ. ഇവർക്ക് ഏതവസരത്തിലും അങ്ങ് മാനത്തേക്ക് നോക്കിയാൽ അവർ ലൗഹുൽ മഹ്ഫൂദ് കാണും. അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അവർ കാര്യങ്ങൾ ഇങ്ങനെ പറയും, എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഞാൻ എങ്ങനെ പറയും? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാനത്തേക്ക് ഇങ്ങനെ നോക്കും, ലൗഹുൽ മഹ്ഫൂദിൽ നോക്കും. ഇവരുടെ ഭാഷയിൽ ഒരു വില്ലേജ് ഓഫീസിൽ നോട്ടീസ് ഒട്ടിക്കാനുള്ള ഒരു മരപ്പലകയുടെ വില പോലും ലൗഹുൽ മഹ്ഫൂദിനില്ല. ഒരു ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെന്ന് കയറിയാൽ കാണാവുന്ന നിലക്കുന്ന മരപ്പലക, അതും കുറെ കീറിയതും കീറാത്തതും എഴുതിയതും എഴുതാത്തതുമായ നോട്ടീസും. ഇതുപോലെയാ ലൗഹുൽ മഹ്ഫൂദ് എന്നാ വിചാരിച്ചത്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിരുന്നു സഹാബിമാര്, ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് മസ്അലകൾ ചോദിച്ചിരുന്നു. വഹയ് കാത്തിരിക്കുകയല്ലേ മുത്ത് മുസ്തഫ ചെയ്യുന്നത്? വഹയ് കാത്തിരിക്കുകയാണ്. ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്താണ് പറയാൻ കഴിയേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. ആ അവസരത്തിൽ എന്നാൽ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള സർവ്വ ഇൽമുകളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ് ഉണ്ടല്ലോ, എന്റെ കണ്ണെപ്പോഴും ലൗഹിലാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് ആ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് പരാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു എന്ന് ഏത് പ്രമാണം കൊണ്ടാ തെളിയിക്കാൻ കഴിയുക? ഏത് ഹദീസിലാ അങ്ങനെ വന്നത്? വിശുദ്ധ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ശഫീ ഇമാം പഠിപ്പിച്ചോ? ഹനഫി ഇമാം പഠിപ്പിച്ചോ? ഹംബലി ഇമാം പഠിപ്പിച്ചോ? മാലിക് ഇമാം പഠിപ്പിച്ചോ? ആരാ പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇവര് പറയുന്നു അവർക്ക് എപ്പോഴും ലൗഹിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഒരാൾ ചോദിക്കുകയാണ്, കുട്ടിയുണ്ടോ? എനിക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പ നോക്കും ലൗഹിലേക്ക്. നിങ്ങൾക്ക് കുട്ടിയെ വിധിച്ചിട്ടില്ല, ഞാനൊന്ന് ശ്രമിക്കാവും, വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ കുട്ടിയില്ല എന്ന തീരുമാനത്തെ ശൈഖവറുകൾ എന്തു ചെയ്യും? മായിക്കും. അവിടെ നിന്ന് തലയിൽ കെട്ടിയിട്ടുള്ള തലപ്പാവങ്ങൊരൊച്ചേറാണ്. എറിഞ്ഞതെന്തിനാ? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് മായിക്കാൻ. വില്ലേജ് ഓഫീസിലെ മരപ്പലകന്മേൽ ചോക്ക് കൊണ്ട് എഴുതിയത് മായിക്കുന്ന ലാഘവത്തോടുകൂടി. അതാ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഏറ്റവും പരിശുദ്ധമായ ഫലകം, അതിലെഴുതി അങ്ങ് മായിക്കാൻ തലപ്പാവ് എറിയുകയാണ്. ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ, അനിസ്ലാമികമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, തീരുമാനങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടർ അവർ പറയുന്നു, ഞങ്ങളാണ് ഔലിയായിനെ അംഗീകരിക്കുന്നവർ, ഞങ്ങളാണ് ഔലിയായിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്നവർ പറയുന്നു. മാത്രമല്ല അവരുടെ പവർ എന്താ എന്നാ പറയുന്നത്? അവരൊരാളെ വിചാരിച്ചാൽ ഇസ്ലാമിലേക്ക് ഉണ്ടാക്കാൻ കഴിയും, വിചാരിച്ചാൽ എന്ന് പുറത്താക്കാനും കഴിയും. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയന്നവർക്കാനു വധം കൊടുത്തോവർ. നിലനെ കൊടുക്കാനും നിലനെ കളയാനും നായന്നവർക്ക് അനുവാദം കൊടുത്തു. അല്ലാഹു അവർക്ക് പവർ കൊടുത്തിരിക്കുന്നു. ഇടുന്നവരെയൊക്കെ ഇസ്ലാമിക് അർത്തിക്കോ, പറ്റാത്തവരെയൊക്കെ പുറത്താക്കിക്കോ. അല്ലാഹുവിനോട് നമ്മളെന്ന് പറയുന്നു, കുലി അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ, നീയല്ലേ അധികാരം കൊടുക്കുന്നവൻ, നീയല്ലേ പവർ കൊടുക്കുന്നവൻ, നീയല്ലേ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് പവർ നീക്കിക്കളയുന്നവൻ. നിന്റെ കയ്യിലൂടെയല്ലേ എല്ലാം സംഭവിക്കുന്നത്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ സാധുക്കളല്ലേ? നീ ഇസ്സത്ത് കളയരുതേ, നീ ഞങ്ങളുടെ അന്തസ്സ് കളയരുതേ.
ഞങ്ങളുടേതായ പവർ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ അല്ലാഹു ആവശ്യപ്പെടുന്നത്. സഹോദരന്മാരെ, ഇവരുടെ ഇസ്ലാം ഏതാണ്? നാം പറയുന്ന ഇസ്ലാം ഏതാണ്? ആരാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ചോദിക്കുന്ന മുസ്തഖീമായ വഴിയുടെ അവകാശികൾ എന്ന് ചിന്തിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? ചിന്തിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിഷ്പ്രയാസമാണ്. അതാ അവരുടെ നേതാവ് പറയുന്നു, യഖ്ദുറുൽ വലിയു അലാ അൻ യുകല്ലിമ അഹദൻ ഫീ ഉദുനിഹി വലാ യഖൂമു അൻഹു ഹത്താ യകൂന ഹുവ വൽ വലിയു ഫിൽ മആരിഫി അലാ ഹദ്ദിൻ സവാ. വലിയന് കഴിയും ഒരാളോടങ്ങ് ചെവിയിൽ ഒരു സ്വകാര്യം പറയുമ്പോഴേക്ക് ചെവിയിൽ എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ മതി. വലാ യഖൂമു അൻഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക്, അതാ എഴുന്നേൽക്കുമ്പോഴേക്ക്, ഹത്താ യകൂന ഹുവ വൽ വലിയു, ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയും ഈ ചെവിയിൽ വർത്തമാനം പറഞ്ഞ വലിയും ആയിത്തീരുകയാണ്. ഫിൽ മആരിഫി അലാ ഹദ്ദിൻ സവാ, സമ്പൂർണമായ നിലക്ക് അവർ രണ്ടാളും ഒരേ ദർജയിൽ എത്തിപ്പോയി. ഈ സെക്കൻഡ് ഇട കൊണ്ട് പവർ പകർന്നു കൊടുത്തില്ലേ? പവറങ്ങ്. സഹോദരന്മാരെ, ചിന്തിക്കൂ. മുജാഹിദുകളെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണം പറയുന്ന ആളുകളെ, നിങ്ങൾക്കൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചുകൂടെ? വാശി എവിടെ വരെയാണ് നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത്? ഏത് വാശിയും ഒടുങ്ങില്ലേ നമ്മുടെ മരണത്തോടുകൂടി? ഖബറിൽ ഒടുങ്ങില്ലേ? അന്ധവിശ്വാസങ്ങളെ വെച്ചു പുലർത്തിക്കൊണ്ട് മഹാനായ മുത്ത് മുസ്തഫയുടെ ദീനിലാണ് നമ്മളെന്ന്, എന്റെ ഇമാമ് ഖുർആനാണെന്ന് നമുക്ക് പറയാൻ എങ്ങനെ കഴിയും മലായിക്കത്തുകളുടെ ചോദ്യത്തിന്? അതുകൊണ്ട് വിശ്വാസത്തിന്റെ മാലിന്യങ്ങൾ കാത്തു സൂക്ഷിച്ച് പ്രചരിപ്പിക്കുന്ന കക്ഷികളോട് വിട പറഞ്ഞോളൂ എത്രയും വേഗം. കാരണം അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്ധവിശ്വാസത്തിലേക്കാണ്. അന്ധവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതെത്തുന്നൊരു നരകത്തിലേക്കാണ്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് എത്ര മോഹമുണ്ടായിരുന്നു സ്വന്തം പ്രിയപ്പെട്ടവരെ ഒന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന്. നിഷ്പ്രയാസം കഴിയുമായിരുന്നില്ലേ? ഒന്ന് ചെവിയിൽ ഒരു രണ്ട് വാക്ക് പറയാൻ, അതല്ലെങ്കിൽ ഒരു തിരുനോട്ടം അങ്ങ് നോക്കിയാൽ തന്നെ ഹിദായത്തിലേക്ക് വരുമെന്നല്ലേ ഇവര് ശൈഖുമാരെ പറ്റി പ്രചരിപ്പിക്കുന്നത്? ഒരു തുള്ളി പാല് നൽകിയാൽ തന്നെ ശൈഖ് ഒരു ആൾക്ക് ഒരു തുള്ളി പാല് കൊടുക്കുമ്പോഴേക്ക് അയാളങ്ങ് വലിയവരുടെ മർത്തബയിലേക്ക് എത്തുമെന്നൊക്കെയല്ലേ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഷേധിക്കട്ടെ, അപ്പോൾ വായിക്കാം ഞാൻ ഓരോ കിതാബുകളും ഇബാറത്തുമൊക്കെ കാത്തുവച്ചിരിക്കുക തന്നെയാണ്. നിങ്ങൾ നിഷേധിക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല, ഞങ്ങൾക്കങ്ങനെ വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറയൂ, എങ്കിൽ നമുക്കതൊക്കെ വായിക്കാമല്ലോ. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പവർ കിട്ടിയോ? എപ്പോഴും നമ്മൾ പറയാറില്ലേ, നിഴൽ പോലെ സഹായിയായി പിന്തുടർന്നിരുന്ന അബൂ താലിബിന്റെ മരണ ആസന്നമായ വേളയിലും അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് പറയുകയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ എന്ന് പറഞ്ഞപ്പോ, അനലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ എന്റെ കാക്കകാരണവന്മാരുടെ മതത്തിൽ മില്ലത്തിലായിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് അങ്ങനെ മരിച്ചോ അതേപോലെ ഞാനും മരിച്ചോട്ടെ എന്നങ്ങ് പറഞ്ഞ് കഫറായിട്ടല്ലേ മരിച്ചുപോയത്. മഹാനായ നബിക്ക് സ്നേഹമില്ലേ? കാതിൽ ഒരു വാക്കെന്ന് പറഞ്ഞുകൂടെ? പറയുകയും ചെയ്തില്ലേ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു എന്ന് ബുഖാരിയിലില്ലേ? ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? അത് പറഞ്ഞിട്ട് മാറ്റമുണ്ടായോ? മാറ്റമുണ്ടായില്ല. നോക്കിയില്ലേ? തിരുനോട്ടം കൊണ്ട് മാറ്റമുണ്ടായോ? ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അതുകൊണ്ട് മാറ്റമുണ്ടായോ? ഉണ്ടായില്ലല്ലോ. അല്ലാഹു സമാധാനിപ്പിച്ചില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തൗഹീദിന്റെ സഹോദരീ സഹോദരന്മാര് മനസ്സിൽ കോറി നടക്കുന്നവരായത്തല്ലേത്? അത് പറയാത്ത സ്റ്റേജുകളുണ്ടോ? അത് കേൾക്കാത്ത ഹുതുബകളുണ്ടോ? മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും ഹിദായത്തിലാക്കാൻ കഴിവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ. എന്നിട്ട് ഇവര് ശൈഖ് ജീലാനിയോട് പോലും പറയുകയാണ്, ബസിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിനി മിൻ ലള ഫീഹാ മഹാലികുഹു
സുൽത്താന കുല്ലി വലിയിൻ മുഹിയദ്ദീനി. അതാ ജീലാനിയോട് വിളിച്ചു പ്രാർത്ഥിക്കുകയല്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് പോലും ആശിച്ചവരെ ഹിദായത്തിലാക്കാൻ കഴിഞ്ഞോ? ഇവര് പറയുന്ന ഔലിയാക്കന്മാരെവിടെ? എല്ലാ ഔലിയായിന്റെയും നേതാവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം